നമുക്ക് അജയുടെയും ഭൂമിജയുടെയും നല്ലൊരു കഥ കേട്ടാലോ? ഇന്നു മുതൽ അജയുടെയും ഭൂമിജയുടെയും വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണാൻ ശ്രമിക്കണേ. അച്യുതൻ്റെ അംബികയുടെ മോളാണ് ഭൂമിജ. അവള് പഠിക്കാനായിട്ട് മിടിക്കുകയായിരുന്നെങ്കിലും പഠിക്കാനായിട്ട് സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തതുകൊണ്ട് പഠിത്തം അവൾക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. എന്നാലും അവള് വീട്ടിലിരുന്നൊക്കെ ആയിട്ട് പഠിച്ച് ഡിഗ്രി ക്രിമിനോളജി ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല, പോലീസ് സ്റ്റേഷന് മുറ്റത്ത് ചെറുതായിട്ടൊരു ക്യാൻറ്റീൻ പോലെ കട വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും അവളെ ഭയങ്കര കാര്യമാണ്. പക്ഷേ പുതിയ CI അജയ് വരുന്നതോട് കൂടിയിട്ട് അവളുടെ ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതാണ് കഥയുടെ തുടക്കമായിട്ട് നമ്മൾ കാണുന്നത്. ഒടുവിൽ അവളുടെ കടയുടെ ബോർഡ് പോലീസ് സ്റ്റേഷൻ എന്നുള്ളതായിരുന്നു. ആ പോലീസ് സ്റ്റേഷൻ എന്നുള്ള ആ ബോർഡ് മാറ്റണമെന്നും പറഞ്ഞുകൊണ്ട് പുതിയ CI അജയ് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അത് അവൾ മാറ്റാൻ കൂട്ടാക്കിയില്ല. ഒടുവിൽ അവൾ പുറത്തു പോയിട്ട് വരുന്ന സമയത്ത് ആ പോലീസ് സ്റ്റേഷൻ എന്നുള്ള ആ ബോർഡ് അവിടെ പറിച്ചിട്ടിരിക്കുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവൾക്ക് സഹിച്ചില്ല. വല്ലാത്ത സങ്കടമായിപ്പോയി. അതിൻ്റെ പേരിൽ അവൾ പ്രശ്നം ഉണ്ടാക്കാൻ പോകാൻ തുടങ്ങിയപ്പോൾ അമ്മ അംബിക തടയുന്നുണ്ട്. വേണ്ട മോളെ, നമ്മൾ പോയൊരു പ്രശ്നം ഉണ്ടാക്കണ്ട. വെറുതെ എന്തിനാ ആ CI ആയിട്ട് ഏറ്റുമുട്ടുന്നേ? അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് തടയുവാണ്. പക്ഷേങ്കിൽ നല്ല ദേഷ്യമായിരുന്നു അവൾക്ക്. അയാൾക്ക് ഇത്തിരി അഹങ്കാരം കൂടാല എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. പോലീസ് സ്റ്റേഷൻ എല്ലാവർക്കും ചായ കൊണ്ടു കൊടുക്കുന്ന അവളാണ്. അങ്ങനെ ഭൂമി പതിവ് പോലെ തന്നെ ചായയായിട്ട് അങ്ങോട്ട് ചെന്നു കഴിഞ്ഞപ്പോഴത്തേനും CIയുടെ ക്യാബിനിലില്ല. ചായയൊക്കെ ടേബിൾ വെച്ച് തിരിയുന്ന സമയത്താണ് അവിടെ പോലീസ് റിവോൾവർ ഇരിക്കുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞപ്പം ഭൂമിക്കൊരു കൗതുകം. സാധാരണ സിനിമയ്ക്കകത്ത് കണ്ടുള്ളൂ, ഇങ്ങനെ നേരിട്ട് കാണുന്ന ആദ്യമായിട്ടാണ്. ഭൂമി അതൊക്കെ എടുത്ത് ഒന്ന് കയ്യിലേക്ക് വെച്ച് നോക്കി. അപ്പോഴേക്കും അജയുടെ തൊപ്പി അവിടെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ എടുത്ത് തലയിൽ വെച്ച് അങ്ങനെ ആ കസേരയിലേക്ക് കയറിയിരിക്കണം. തൻ്റെ ഭയങ്കര ആഗ്രഹം ഒരു പോലീസുകാരിയാന്നുള്ളത്. പക്ഷെ അത് നടന്നിട്ടില്ല. എങ്ങനെയെങ്കിലും സാധിക്കില്ലോ എന്നൊക്കെ ഓർത്തോണ്ട് അതിങ്ങനെയൊക്കെ കൈ പിടിച്ച് ഉന്നം വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് CI അജയ് അങ്ങോട്ട് കയറി വരുന്നത്. ഒരു നിമിഷം ഭൂമി ഞെട്ടിപ്പോയി. പെട്ടെന്ന് CIക്ക് നേരെ ഇങ്ങനെ ഉന്നം വെക്കുവാണ്. അജയ് പറഞ്ഞു, ദേ അത് പൊട്ടിക്കരുത്, സർവീസ് റിവോൾവറാണ്, അതിനകത്ത് വെടിയുണ്ടെന്ന് പറഞ്ഞു. പെട്ടെന്ന് അവളൊന്ന് ഞെട്ടിപ്പോയി. അവൾ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം അവിടുത്തെ കോൺസ്റ്റബിളെ വിളിച്ച് കുറെ ചീത്ത പറയുന്നുണ്ട്. ഇവളുമാരെ പോലെയുള്ള ഒരുത്തിനൊക്കെ എന്തിനാണ് ഇങ്ങോട്ട് അകത്തേക്ക് ഏറ്റുവിട്ടത്? മേലെ നീ ചായയായിട്ട് ഇങ്ങോട്ട് കടന്നു വന്നാൽ നിന്നെ ശരിയാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ചീത്തയൊക്കെ പറയാണ്. കോൺസ്റ്റബിളിനും കിട്ടി കുറെ ചീത്ത. അങ്ങനെ ഭൂമി പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഇയാളുടെ അഹങ്കാരം കണ്ടിട്ട് അയാൾ ആരാന്ന് അയാളുടെ വിചാരം എന്നൊക്കെ പിറുപിറുത്തോണ്ടാണ് അങ്ങോട്ട് ചെല്ലുന്നത്. ഒടുവിൽ CI പറയുകയും ചെയ്തു, ഇനി നീ ഇതുപോലത്തെ കാവടിയായിട്ട് ഇങ്ങോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ നിന്നെ പിടിച്ച് ലോക്കപ്പിലിടും, മര്യാദയ്ക്ക് പോകുന്ന നിനക്ക് നല്ലത് എന്നൊക്കെ പറഞ്ഞു. നിന്നെ കണ്ടുപോയേക്കലെന്നൊക്കെ പറഞ്ഞ് കുറെ ചീത്ത പറഞ്ഞിട്ടാണ് പറഞ്ഞു വിടുന്നത്. അപ്പം എല്ലാ ദിവസവും ഭൂമിക്ക് രാവിലെ ഓടാൻ പോകുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പം അച്യുതനായിരുന്നു കൂടെ പോകുന്നത്. അങ്ങനെ പതിവ് പോലെ ഓടാൻ പോകുന്ന സമയത്ത് അച്യുതൻ ചുമച്ച് തുപ്പുന്ന ചോരയാണ്. അപ്പം തന്നെ ഭൂമിക്ക് തോന്നി എന്തോ ഒരു പ്രശ്നമുണ്ട്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന്. അങ്ങനെ അച്യുതനെ കൊണ്ട് വൈകുന്നേരം ഹോസ്പിറ്റലിൽ പോവാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ പരിശോധിച്ച് നോക്കുമ്പോഴാണ് ആ സത്യം അറിയണേ. അച്യുതന് ക്യാൻസറാന്നുള്ള കാര്യം, ട്യൂമർ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ള കാര്യം അതറിഞ്ഞു കഴിഞ്ഞപ്പോൾ മുതൽ ഭൂമിജയ്ക്ക് ഭയങ്കര ടെൻഷനായി. എന്ത് ചെയ്യണം എന്നറിയത്തില്ല. അച്യുതന് അത്രയ്ക്ക് കാര്യമാണ്. അച്യുതൻ പറഞ്ഞാലും ജീവനാണ്. അതുപോലെ തന്നെയാണ് മോളെ. ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ വല്ലാത്ത ടെൻഷനായിപ്പോയി. തൻ്റെ അച്ഛൻ്റെ ആയുസ് വളരെ പരിമിതമാണെന്നുള്ള സത്യങ്ങളൊക്കെ തിരിച്ചറിയുവാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചുമയ്ക്കും ബ്ലഡ് വരും, മൂക്കിക്കൂടെയൊക്കെ ബ്ലഡ് വരുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അച്യുതൻ കാര്യമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഭൂമിജ തളർന്നുപോയി. ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതേ സമയത്ത് അജയ്ക്ക് വേണ്ടിയിട്ട് അജയുടെ മുത്തശ്ശിയും അമ്മയും കൂടെ ചേർന്നിട്ട് മുറപ്പെണ്ണിനെ ആലോചിക്കുന്നുണ്ട്, കല്യാണം ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അജയുടെ അമ്മാവൻ സത്യനാരായണനോട് സംസാരിക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ അവിടെ ചെന്ന് സത്യനാരായണനോട് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അഞ്ജലിയുമായിട്ട് എത്രയും പെട്ടെന്ന് അജയുടെ വിവാഹം നടക്കണം. ഇനി അത് വെച്ച് താമസിപ്പിച്ചുകൂടാ. അതിങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ആ വിവാഹം നടത്തണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സത്യനാഥ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇനിയിപ്പം നീട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമില്ല, എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം നടത്താമെന്ന് പറഞ്ഞു. പക്ഷെ അജയ്ക്ക് താല്പര്യമില്ലായിരുന്നു. അജയുടെ മനസ്സിലൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്, ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അജയ്ക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു അഞ്ജലിയുമായിട്ട് വിവാഹം കഴിക്കാനായിട്ട്. അജയ് വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ മുത്തശ്ശി സൗഭാഗ്യ ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. മോനെ, നിന്റെ അഞ്ജലിയുടെയും കൂടെ വിവാഹം നടത്തണം, ഇനി അതങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അജയ് പറഞ്ഞു, എനിക്കിപ്പോൾ വിവാഹം വേണ്ടമ്മേന്നൊക്കെ പറഞ്ഞു. പക്ഷെ സമ്മതിച്ചില്ല. എത്രയും പെട്ടെന്ന് തന്നെ നിന്റെ വിവാഹം നടത്താനാണ് ഞങ്ങളുടെ തീരുമാനം. അപ്പോഴേക്കും അമ്മ സംഗീതം പറഞ്ഞു, എടാ മോനെ, ഇപ്പം നിനക്ക് കല്യാണപ്രായമൊക്കെ ആയി, നിനക്ക് ജോലിയുണ്ട്, പിന്നെ നിനക്ക് അഞ്ജലി വിവാഹം കഴിച്ചാൽ എന്താ?
പിന്നെ അറിയാലോ, അഞ്ജലി നല്ല കുട്ടിയല്ലേ, പോരാത്തന് അന്യൊന്നും അല്ലല്ലോ, നിന്റെ മുറപ്പെണ്ണല്ലേ അവള്, നിന്റെ അമ്മാവൻ്റെ മോളല്ലേ, അപ്പം പിന്നെ ഉറപ്പായിട്ട് നിനക്ക് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു. അജയ് ആകെപ്പാടെ പെട്ടുപോയി. എന്ത് ചെയ്യണമെന്നറിയില്ല. ഒടുവിൽ അജയ് സത്യനാഥനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എനിക്ക് അവളെ വിവാഹം കഴിക്കാൻ ഒട്ടും താല്പര്യമില്ല അമ്മാവ, എന്തേലും ഒന്ന് ചെയ്തു തരണം. പക്ഷേ സത്യനാഥൻ എന്ത് ചെയ്യാൻ പറ്റും? അമ്മ എല്ലാവരും കൂടെ എടുത്ത തീരുമാനമല്ലേ, അപ്പം അതിനകത്തൊന്നും എതിർക്കാനൊന്നും പറ്റില്ലാത്തൊരു സ്ഥിതിയായിരുന്നു. ഒടുവിൽ സത്യനാഥൻ പറഞ്ഞു, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ തന്നെ തുറന്നു പറഞ്ഞോളാൻ പറഞ്ഞു. പക്ഷെ അജയ്ക്ക് അത് തുറന്നു പറയാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് വല്ലാത്തൊരു പ്രതിസന്ധിയിലായിപ്പോയി അച്യുതൻ്റെ കാര്യം ഓർത്തിട്ട് ഭൂമിക. കാരണം എന്ത് ചെയ്യാൻ പറ്റും, തൻ്റെ അച്ഛനിനി കുറച്ച് നാളത്തെ ആയുസും കൂടെ ഉള്ളൂ. അതൊക്കെ ഓർക്കും ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ അച്യുതൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്യുതൻ്റെ ബർത്ത്ഡേ വരുന്നത്. അപ്പോൾ അത് അതിഗംഭീരമായിട്ട് ആഘോഷിക്കാൻ തന്നെ ഭൂമിജ തീരുമാനിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ആൾക്കാരെയൊക്കെ വിളിച്ച്, പക്ഷേ എങ്കിൽ അച്യുതൻ പറഞ്ഞു അങ്ങനെയൊന്നും വേണ്ട മോളെ എന്ന് പറഞ്ഞു. പക്ഷെ ഭൂമിജ സമ്മതിച്ചില്ല. അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. എല്ലാവരെയും വിളിച്ച് നല്ല ആഘോഷമായിട്ട് തന്നെ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തു. ആ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഭൂമിജയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. തൻ്റെ അച്ഛൻ ഇനി എത്ര കാലം തന്നോടൊപ്പം ഉണ്ടായിരിക്കും എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു മനസ്സറിയും. അന്ന് വൈകുന്നേരം ഇരുന്ന സമയത്ത് അച്യുതനെ ആലോചിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അച്യുതൻ്റെ അംബികയുടെ മോളല്ല ഈ ഭൂമിജ. അച്യുതന് അവളെ കിട്ടിയതാണ്. പക്ഷെ ആ കഥകളൊന്നും ഈ പറയുന്ന ഭൂമിജയ്ക്ക് അറിയത്തില്ല. തൻ്റെ അച്ഛനും സ്വന്തം അച്ഛനും അമ്മയാണ് ഇതെന്ന് ഓർത്തുകൊണ്ടാണ് അവൾ ഇപ്പോഴും ഇരിക്കുന്നത്. അവൾക്ക് ആ കഥകളെക്കുറിച്ചൊന്നും അറിയത്തുണ്ടായിരുന്നില്ല. അതൊക്കെ ഓർത്ത് ഞാൻ വല്ലാത്തൊരു മനപ്രയാസം ഉണ്ടായിരുന്നു അച്യുതന്. താൻ ആ വലിയ സത്യം തന്നെ മുകളിൽ നിന്ന് ഇത്രയും കാലമായിട്ട് മറച്ചു വെച്ചിരിക്കുക. ഒരു പക്ഷേ യഥാർത്ഥ അച്ഛനും അമ്മയും താനും അംബികയല്ലെന്നറിയുമ്പോൾ അവൾ തന്നെ വിട്ടു പോകുമോ എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തൊക്കെ വന്നാലും അവളെ ആർക്കും വിട്ടു കൊടുക്കില്ല എന്നൊരു ചിന്തയായിരുന്നു അയാളുടെ മനസ്സിൽ. പിന്നെ ഈ പറയുന്ന അച്യുതനൊരു കാറുണ്ട്, പഴയൊരു അംബാസഡർ കാറാ, 10-22 വർഷം പഴക്കമുള്ള കാറാ. പണ്ട് ഡ്രൈവറായിട്ടിരുന്ന സമയത്ത് മുതലുണ്ടായിരുന്ന ആ കാറ് കൊടുക്കാനായിട്ട് അച്യുതന് ഒരുക്കമായിരുന്നില്ല. അച്യുതൻ്റെ മനസ്സിലേക്ക് പല പല ചിന്തകളും വരുന്നുണ്ട്. ആ കാറ് കൊടുക്കാൻ ഭൂമിജ പലവട്ടം പറഞ്ഞെങ്കിലും കൂട്ടാക്കിയില്ല. എപ്പോഴും ആ കാറിന് ഓരോരോ പ്രശ്നങ്ങൾ കാരണം ആ കാറിനെ കുറിച്ച് എപ്പോഴും ഭൂമിജയ്ക്ക് കുറ്റം പറയാനേ സമയം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു ദിവസം രണ്ടുപേരും കൂടെ പുറത്തു പോണ സമയത്ത് ഭൂമിജ പറഞ്ഞു, എൻ്റെ അച്ഛാ ഈ കാറൊന്ന് കൊടുക്ക്, എന്നിട്ട് വേറെ ഒരു സെക്കൻഡ് ഏതെങ്കിലും ഒരു കാറ് മേടിക്കാൻ പറഞ്ഞു. എൻ്റെ മോളെ, ഈ കാറിനൊന്നും ഒരു കുഴപ്പമില്ല, ഇപ്പം കണ്ടില്ലേ പഴയതുപോലെയൊന്നുമല്ല, നല്ല ആക്റ്റീവായിട്ടുണ്ട്. എൻ്റെ കാര്യം പറഞ്ഞ പോലെയാ, ഈ കാറ് പെട്ടെന്നൊന്നും അങ്ങനെ മരിക്കാനൊന്നും പോകുന്നില്ലെന്നേ. അതുപോലെ തന്നെ ഞാനും മരിക്കത്തൊന്നുമില്ല, മോള് പേടിക്കണ്ട കേട്ടോ. ഈ പറയുന്ന അച്യുതൻ അറിയാം തനിക്കിനിയിപ്പോൾ അധികം ആയുസില്ല എന്നുള്ള കാര്യം. പക്ഷെ അത് കേട്ടപ്പോൾ ഭൂമിജിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ഭൂമിജയുടെ മനസ്സിലേക്ക് കുറേ ചിന്തകൾ ഇങ്ങനെ വരുന്നുണ്ട്. ഭൂമിജ പറഞ്ഞു, അച്ഛന് എനിക്കറിയാം അച്ഛൻ്റെ മനസ്സിലെ വിഷമം എന്താണെന്ന്. അച്ഛൻ സങ്കടപ്പെടുകയൊന്നും വേണ്ട. എന്തിനാ മോള് സങ്കടപ്പെടുന്നേ? ഞാൻ മരിക്കുമെന്ന് ഓർത്തിട്ടാണോ? ഞാൻ മരിക്കത്തൊന്നും ഇല്ലടാ, ഞാൻ എങ്ങനെ ഇരിക്കും? ഞാൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാവണമെന്നൊക്കെ അച്യുതൻ പറഞ്ഞ് അങ്ങനെ ഭൂമിജനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഭൂമിജയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ പതിവ് പോലെ തന്നെ ഭൂമിജ തൻ്റെ ക്യാൻറ്റീനിലേക്ക് വരുവാണ്. അവിടെ വന്ന് പോലീസുകാർക്കുള്ള ചായയൊക്കെ ആയിട്ട് അങ്ങോട്ട് ചെന്നു. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഗുണ്ട അങ്ങോട്ട് കയറി വന്നു. അയാൾ കയറി വന്നിട്ട്, എവിടെയാ CI? എൻ്റെ ആൾക്കാരെ പിടിച്ച് അവൻ തല്ലി, അവൻ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രകടനം നടത്തുവാണ്. അപ്പോഴേക്കും പോലീസുകാരെല്ലാം കൂടി കഴിഞ്ഞപ്പോഴത്തേനും അയാൾ എന്ത് ചെയ്തു, അവിടെ പരാതി കൊടുക്കാൻ വന്നിട്ട് സ്ത്രീയുടെ കഴുത്തിലേക്ക് കത്തി വെച്ചു. മര്യാദയ്ക്കെല്ലാം മാറിപ്പോയിക്കോ, അല്ലെ ഇവരെ ഞാൻ തീർക്കുമെന്നും പറഞ്ഞുകൊണ്ട് കൃത്യസമയത്താണ് ഭൂമിജി അങ്ങോട്ടേക്ക് വരുന്ന ചായയായിട്ട് വന്നേ. ഭൂമിജി ഒന്നും നോക്കിയില്ല, ആ തിളച്ച ചായ അയാളുടെ മുഖത്തേക്ക് അങ്ങോട്ട് ഒഴിച്ചു, ചൂട് ചായ ഒഴിച്ചു. ഒരു നിമിഷം അയാൾ ഞെട്ടിപ്പോയി. പിന്നീട് അയാൾ ഭൂമിജിക്ക് നേരെ അങ്ങോട്ട് പാഞ്ഞു വരുവാണ്. എന്താടി നീ കാണിച്ചതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് പാഞ്ഞു വരുന്നുണ്ട്. അപ്പോഴേക്കും അജയ് അങ്ങോട്ടേക്ക് വന്നു. അജയ് വന്ന് അയാളെ കീഴടക്കുന്നുണ്ട്, ഭൂമിജയെ രക്ഷിക്കുകയാണ്. അങ്ങനെ അവനെ പിടിച്ചു ലോക്കപ്പിലിടും. നീ ഇവിടെ വന്ന് ഗുണ്ടായുസം കാണിക്കുന്നോടാ, നിന്റെ ഗുണ്ടായുസമൊക്കെ വീട്ടിൽ മതി, ഇവിടെ വേണ്ടാന്നും പറഞ്ഞുകൊണ്ട്. പിന്നീട് ഭൂമിജിയോട് പറഞ്ഞു, ഇനി ഇതുപോലത്തെ പ്രവൃത്തികളൊന്നും ചെയ്തേക്കല്ല, എപ്പോഴും രക്ഷിക്കാൻ ഞാൻ വന്നൊന്നും വരത്തില്ല എന്നൊക്കെ പറഞ്ഞു. ഭൂമിജിക്ക് ഭയങ്കര ആത്മവിശ്വാസം കാര്യങ്ങളായിരുന്നു. ഭൂമിജി ഒന്നും നോക്കിയില്ല. കാരണം ആ സ്ത്രീയുടെ കഴുത്തെ കത്തി വെച്ച് കഴിഞ്ഞപ്പോൾ അവർക്കൊന്നും സംഭവിക്കില്ലെന്ന് മാത്രം ഭൂമിജിയുടെ മനസ്സിലപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. ഇതേ സമയത്ത് ഭവാനി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അജയുടെ അച്ഛൻ്റെ അനുജൻ്റെ ഭാര്യയാണ്. അല്ല, അച്ഛൻ്റെ അനുജൻ്റെ അല്ല, അമ്മയുടെ ആങ്ങളയുടെ ഭാര്യയാണ്. അപ്പോൾ അവരൊരു വല്ലാത്തൊരു സ്ത്രീയാണ്. കാരണം അവർക്ക്
ആ കുടുംബത്തെ എങ്ങനെ അജയുടെയൊക്കെ കുടുംബത്തെ എങ്ങനെയും നശിപ്പിച്ചാൽ മതിയെന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരുടെ മോളെയാണ് ഈ പറയുന്ന സ്വാഭാവികം മുത്തശ്ശി ആലോചിച്ചിരിക്കുന്ന അജയ്ക്ക് വേണ്ടിയിട്ട്. അപ്പം അജയുടെ ഒരമ്മാവന് ഈ പറയുന്ന ഭവാനിയുടെ ഭർത്താവിനെ സാഗർദാസിനെ കൊന്നെന്നും പറഞ്ഞുകൊണ്ട് ഉള്ള വൈരാഗ്യം ഇപ്പോഴും മനസ്സിലുണ്ട്. അപ്പോൾ ആ വൈരാഗ്യം വെച്ചോണ്ടാണ് ഇപ്പോഴും അവർ ആ കുടുംബത്തിൽ കഴിയുന്ന പോലും. അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്തു, അഞ്ജലിയുമായിട്ടുള്ള വിവാഹം പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അഞ്ജലിയെ വിളിച്ചു വരുത്തുവാണ് ഭവാനി. എന്നിട്ട് അഞ്ജലിയോട് പറഞ്ഞു, നിന്റെ വിവാഹം തീരുമാനിച്ചിട്ടുണ്ട് ഇവിടെ മുത്തശ്ശി എല്ലാവരും ചേർന്നിട്ട് അജയുമായിട്ട്. അത് നടക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അഞ്ജലിക്ക് അതിനൊന്നും താല്പര്യമില്ലായിരുന്നു. അഞ്ജലി പറഞ്ഞു, എനിക്കതിനും താല്പര്യമില്ലമ്മേ, എനിക്കിപ്പോൾ വിവാഹം വേണ്ട, അതും അജയനെ പോലെ ഒരാളെ വിവാഹം കഴിക്കാണ്ട് എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഭവാനി ആ കാര്യം പറയണേ, മോളെ എനിക്ക് സമ്മതമായിട്ടല്ല, അജയനെ എനിക്ക് ഇല്ലാതാക്കണം, ഈ കുടുംബത്തെ തന്നെ ഇല്ലാതാക്കണം, പകരം വീട്ടണം, പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അജയനെ നീ വിവാഹം കഴിക്കുവാണെങ്കിൽ പിന്നെ ഈ കുടുംബത്തിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മളിലേക്ക് വരും. അതുകൊണ്ട് നീ ധൈര്യമായിട്ട് മുന്നോട്ട് വെക്കോ, ഇവിടുത്തെ ഭരണം എനിക്ക് ഏറ്റെടുക്കണം, അതിന് വേണ്ടിയിട്ടാണ് അജയുമായിട്ട് നിന്റെ വിവാഹം നടത്താനായിട്ട് ഞാൻ തീരുമാനിച്ചിരിക്കണമെന്നൊക്കെ അഞ്ജലിയോട് പറയണം. അങ്ങനെ പുതിയ തന്ത്രങ്ങളൊക്കെ മെനയുക. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് ഇനി അടുത്ത ദിവസം വരാട്ടോ. അപ്പോൾ എല്ലാവരും മറക്കാതെ കയറി കാണാൻ ശ്രമിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.